ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അഡീനിയ റീപോട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ഫ്ലവറായിട്ട് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുള്ളൊരു അഡീനിയാണ്. ഇതിൽ ചെറിയൊരു ചട്ടിയിലാണ് വച്ചിരുന്നത്. അപ്പോൾ അത് കണ്ട ഇങ്ങനെ ഒരു ശക്തിയില്ലാതെ വാടി ഒരുമാതിരി നിൽക്കണം. അതിനൊരു തണ്ട് മാത്രം വളർന്ന് നീണ്ടുപോയിട്ട്. അപ്പോൾ നമുക്കിത് അതിന് വളമൊന്നുമില്ല. അതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ വൈത്തി പോട്ട് മിക്സൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് നമുക്ക് ഒന്ന് പോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചാണകപ്പൊടിക്ക് പകരം നമ്മൾ വേറൊരു ആട്ടും കാഷ്ടം ഇതാണ് നമുക്ക് അഡീനിയത്തിന് ഫ്ലവർ ആവാനും നല്ല ചെടി നല്ല ശക്തമായിട്ട് നന്നായിട്ട് വളർന്നു വരാനും നമുക്ക് നല്ല ഒരു വളമാണ് ഈ ആട്ടും കാഷ്ടം. ചാണകപ്പൊടിയേക്കാളും ഇത് നല്ലതാണ്. കുറേശ്ശെ ഇതിൽ നിന്ന് വളം പിടിച്ചെടുക്കും. ഒരുമിച്ചങ്ങ് ഇത് പോവുകയില്ല. എത്ര വെള്ളം കിട്ടരുത്, നല്ല ഇതായിട്ട് ഇതിന് കിട്ടും, വളം കിട്ടും. അത് നമുക്ക് ആട്ടും കാഷ്ടം കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് പോട്ടിംഗ് മിക്സിൽ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല നീർവാർച്ചയുള്ള വെള്ളം കെട്ടിക്കിടക്കാതെ വാർന്നു പോണ പോട്ടിംഗ് മിക്സാണ് നമുക്ക് ആവശ്യം. ഇത് അടിയിൽ മണലുണ്ട്, സാധാരണ മണ്ണുമുണ്ട്. നമുക്ക് ആട്ടും കാഷ്ടം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എല്ലുപൊടി പ്രധാനമാണ്. എത്ര ഇല്ലെങ്കിലും പോട്ട് മിക്സിൽ നമുക്ക് അടീന് നടുമ്പോൾ നമ്മൾ എല്ലുപൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണേ. അതാണ് നല്ല ശക്തമായിട്ട് നന്നായിട്ട് വളർന്നു വരാനും നിറയെ ഫ്ലവർ പിടിക്കാനും ഒക്കെ ആട്ടും കാഷ്ടം നല്ലതാണ്. അതൊരിക്കലും ഒഴിവാക്കരുതേ. പിന്നെ നമുക്ക് ഇവിടെ ഒരല്പം വേപ്പിൻ പിണ്ണാക്ക് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടെ കുറച്ച് സാഫ് കൂടെ ഇട്ട് കൊടുക്കണം. സാഫ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. നമുക്ക് ഇതാണ് സാഫ്. കുറേ കൂട്ടുകാർക്കൊന്നും സാഫ് എന്ന് പറയണത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് ചെറിയൊരു പാക്കറ്റ്, 100 ഗ്രാമിൻ്റെത് ഒക്കെ കിട്ടും. ഇത് നമ്മൾ ചെടിയെ സ്നേഹിക്കുന്നവരെല്ലാം, ചെടികളുള്ള എല്ലാ കൂട്ടുകാരും ഇത് ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ചേക്കണം. അതുപോലെ പൊട്ടിച്ച് വച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതത്ര റിസൾട്ട് നമുക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് ആയിട്ട് ഒരു ടിന്നിൽ എന്തെങ്കിലും ഇട്ട് അടച്ച് തന്നെ വയ്ക്കണം. അതും കുറച്ച് ദിവസം കഴിഞ്ഞ് പഴകി പോയതാണെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചാലും ഒരു റിസൾട്ടും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ വേറെ തന്നെ വാങ്ങിക്കണം. നമുക്ക് ചെടിയിൽ ലീഫിലൊക്കെ ഇതിൻ്റെയൊക്കെ ഫ്ലവർ വരാതെ മുട്ടൊക്കെ അങ്ങ് കരിഞ്ഞു പോണതിനൊക്കെ നമ്മൾ പഴയ കയ്യിലിരിക്കുന്ന സാഫ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇതുമില്ല, ഉപയോഗമില്ല. അതേസമയം നമ്മളിതുപോലെ വാങ്ങിച്ച് പെട്ടെന്ന് പൊട്ടിച്ചിട്ട് പുതിയത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ്. അതിലിരിക്കുന്ന കീടങ്ങളൊന്നും പിന്നെ വണ്ട്, പുഴുക്കൾ, വിട്ടിൽ പോലുള്ള ഒരു ഇതും നമ്മൾ അടീനിയത്തെ ബാധിക്കില്ല. എന്നിട്ട് അതുപോലെ നിറയെ ഫ്ലവറായി എല്ലാം മൊട്ട് വരണതെല്ലാം നന്നായിട്ട് ഫ്ലവറാവും. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിൻ കണക്കുള്ള റൗണ്ടിനുള്ള ചട്ടി കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. കല്ല് നമുക്ക് ഇട്ട് ഇനി ഇത് പോട്ട് ചെയ്യാം. മണ്ണ് കുറച്ച് നമ്മൾ ഒരു 3/4 ഭാഗത്തോളം മണ്ണെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇറക്കി വെച്ചിട്ടുള്ള ചെടി മണ്ണ് കളയാതെ തന്നെ ഇതോടുകൂടി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് ചുറ്റിന് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഈ അഡീനിയം പ്ലാന്റ് കയ്യിലുള്ളവരെല്ലാവരും, അഡീനിയത്തിന് നന്നായിട്ട് വെയിൽ ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഈ പ്ലാന്റ് വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അത് പോയിട്ട് വെള്ളം വല്ലപ്പോഴും കൊടുത്താലും മതി. എന്നും വെള്ളം കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഈ പ്ലാന്റിന്. പിന്നെ നമുക്ക് വളമായിട്ട് NPK നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. DAP ചുവട്ടിലിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ ഇത് പോട്ട് ചെയ്തെങ്കിൽ ഒരു മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് എല്ലുപൊടി ഇതിൻ്റെ ചുവട്ടിൽ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടോ എന്തെങ്കിലും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കണതും വളരെ നല്ലതാണ്. ഇതിന് എന്നാലേ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് നിൽക്കുകയുള്ളൂ. അതുപോലെ എല്ലാവരും പറയാറുണ്ട് ഈ പ്ലാന്റ് മഴയത്ത് വച്ചിരിക്കില്ല, എടുത്ത് ഷെയ്ഡിൽ വയ്ക്കും, മഴയത്തിരുന്നാൽ ചീഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. ഞാൻ ഇത് മഴയും വെയിലും എല്ലാം കൊള്ളണ സ്ഥലത്ത് തന്നെയാണ് വച്ചിട്ടുള്ളത്. മാറ്റി ഷെയ്ഡിലൊന്നും ഇതുവരെ മാറ്റി വെച്ചിട്ടില്ല. എൻ്റെ അടീനിയത്തിന് ഇതുവരെ ഒരു കുഴപ്പവും ചീച്ചലൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ പോട്ട് മിക്സ് ചേർക്കുമ്പോൾ ലൂസായിട്ടുള്ള മണ്ണ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ചെടി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും നന്നായിട്ട് നിൽക്കും.
മണൽ കൂടുതൽ തന്നെ ചേർക്കണം. കട്ട കെട്ടണം. മണ്ണ് ഒഴിവാക്കിയാൽ മാത്രം മതി. നമുക്ക് ഷെയ്ഡിലൊന്നും മാറ്റി വയ്ക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സാഫും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ലീഫിലും അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണേ. അപ്പം നല്ല ഭംഗിയല്ലേ അടീനിയം. കൂട്ടുകാർ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ നല്ല ഭംഗിയായിട്ട് നിറയെ വരും. നമുക്ക് വേറെയും നാടൻ പ്ലാന്റ് കണക്കുള്ളതൊക്കെ കുറേ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെത് കുറേ കൂടെ നമുക്ക് പ്ലാന്റ് ഉണ്ട്. ഇതുപോലെ ചെറിയ ചട്ടിയിലൊക്കെ വെച്ചിരുന്നത് എല്ലാം ഇനി വലിയ പോട്ടിലോട്ട് ആക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. പ്ലാന്റ് ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. ഓക്കേ.